ഒരു വീട്ടിൽ നിന്ന് അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള തർക്കത്തിന്റെ ശബ്ദം ഉച്ചത്തിൽ കുറെ നേരമായി കേൾക്കുന്നുണ്ടായി. വലിയ ശബ്ദമുണ്ടായിരുന്നതിനാൽ തന്നെ അയൽവാസികളൊക്കെ അത് ശ്രദ്ധിച്ച് കേൾക്കുകയും ചിലരൊക്കെ അവരെ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ടായി. തർക്കം കഴിഞ്ഞതിനു ശേഷം മരുമകൾ എന്തോ ഒരാവശ്യത്തിനായി വീടിന് പുറത്തേക്ക് വന്നപ്പോൾ അയൽപക്കത്തുള്ള വയോധികയായ ഒരു സ്ത്രീ അവളുടെ അടുത്തെത്തി ഇങ്ങനെ പറഞ്ഞു: നിന്റെ അമ്മായിയമ്മ ഒരു വളരെ മോശം സ്ത്രീയാണ്. ഇങ്ങനെയാണെങ്കിൽ നിനക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് കേട്ടപ്പോൾ മരുമകൾ ഇങ്ങനെ പ്രതികരിച്ചു: നിങ്ങൾ ആരെക്കുറിച്ചാണ് എന്നോട് പറയുന്നത്? അവർ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ്, അതായത് എൻ്റെ അമ്മ തന്നെയാണ്. ഞങ്ങളുടെ ഇടയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, നിങ്ങൾക്ക് അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. വയോധികയായ ആ സ്ത്രീ മറുപടി പറഞ്ഞു: മകളെ, ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. അപ്പോൾ അവർ പ്രതികരിച്ചു: നിങ്ങൾ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണോ തിന്മയ്ക്ക് വേണ്ടിയാണോ സംസാരിക്കുന്നത് എന്നെനിക്ക് നന്നായി അറിയാം. എൻ്റെ അമ്മ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇതെന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ചെവിയിൽ വിഷമോതി തരുന്ന നിങ്ങളെപ്പോലെയുള്ള ആളുകളിൽ നിന്ന് എപ്പോഴും അകന്നിരിക്കണമെന്ന്. കാരണം ചെവിയിൽ വിഷം നിറയ്ക്കുന്ന സ്വഭാവമുള്ളവർ കുടുംബങ്ങളുടെ സമാധാനം തകർത്ത് ആ കുടുംബത്തെ പിളർത്തിക്കളയും. ഇത് കേട്ടപ്പോൾ ആ വയോധിക നിശബ്ദമായി അവിടെ നിന്ന് സ്ഥലം വിട്ടു. മരുമകൾ വീട്ടിലേക്ക് ചെന്ന് തന്റെ അമ്മായിയമ്മയോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് തന്റെ മരുമകളെ ചേർത്ത് നിർത്തി ഇങ്ങനെ പറഞ്ഞു: മകളെ, ഇന്നെനിക്ക് മനസ്സിലായി, നീ ഈ വീട്ടിലെ മരുമകൾ മാത്രമല്ല, ഈ വീടിന്റെ വിളക്കാണ്. എന്നെയും എൻ്റെ മകനെയും നീ നന്നായി കാത്തു സംരക്ഷിക്കുമെന്നും നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം നിന്റെ കയ്യിൽ ഭദ്രമാണെന്നും ഞാൻ മനസ്സിലാക്കും. ഓരോ വീടിനുള്ളിലും സന്തോഷത്തിനും തർക്കത്തിനും പല കാരണങ്ങളുണ്ടാകും. വീടിനുള്ളിലെ തർക്കങ്ങൾ വീടിനുള്ളിൽ തന്നെ പരിഹരിക്കപ്പെടുമ്പോൾ വീട് ക്ഷേത്രമായി തീരും. അനാവശ്യമായി അത് പുറത്തേക്കെത്തുമ്പോൾ വിഷം നിറയ്ക്കുന്ന ആളുകൾ കുടുംബത്തെ വിളർത്തിക്കളയാൻ സാധ്യതയുണ്ട്.